ഈ പരാമർശിക്കപ്പെട്ട ഒരു നേതാവും യാതൊരു തരത്തിലുള്ള ആരോപണത്തിനും ഇന്നേ വരെ വിധേയരായവരല്ല. നേരത്തെ കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ നടത്തിയിട്ടും ED ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPIMൽപ്പെട്ട ഒരു നേതാവിനെ ഏതെങ്കിലും വിധത്തിൽ കേസിൽ കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ കൊടുക്കുമായിരുന്നു. അതിനൊന്നും സാധിക്കാതെ പോയതാണ്. വയനാട്ടിലെ കോൺഗ്രസ് നേതാവായിരുന്ന MN വിജയൻ്റെ മരുമകളായിരുന്നു. ഇപ്പോൾ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വഞ്ചിച്ചു എന്ന് MN വിജയൻ നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് വിജയൻ്റെ കടബാധ്യതകളെല്ലാം ഏറ്റെടുക്കും, സംരക്ഷിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. ആ നിരാശയിൽ നിന്നാണ് ആ കുടുംബത്തിലെ ഒരംഗം ഇപ്പോൾ വേദനാജനകമായ ആത്മഹത്യാ ശ്രമം നടത്തിയത്. കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മിക തകർച്ചയുടെ ഒരു ഉദാഹരണമാണിത്. മാത്രമല്ല, ഇതിന് തൊട്ടടുത്താണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കോൺഗ്രസ്സുകാർ തന്നെ കള്ളക്കേസിൽ കുടുക്കി എന്ന ആരോപണം വയനാട്ടിൽ നിന്ന് ഉയർന്നു വന്നത്. ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വളരെ അനഭിമതമായ പ്രവണതകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്, ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. വളരെ പ്രതിഷേധാർഹമായ ഒരു സംഭവമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. ഒരു കാര്യം, ഈ തൃശ്ശൂരിലെ ഒരു DYFI നേതാവ് പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് പേരെടുത്തല്ലെങ്കിൽ പോലും ചില വിമർശനങ്ങൾ നടത്തിയിരുന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തൃശ്ശൂരിൽ അത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടായതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അവിടുത്തെ പാർട്ടി അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി ആവശ്യമാണെങ്കിൽ അതിലേക്ക് പോവുകയും ചെയ്യും. മാത്രമല്ല, ഈ പരാമർശിക്കപ്പെട്ട ഒരു നേതാവും യാതൊരു തരത്തിലുള്ള ആരോപണത്തിനും ഇന്നേ വരെ വിധേയരായവരല്ല. നേരത്തെ കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ നടത്തിയിട്ടും ED ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPIMൽപ്പെട്ട ഒരു നേതാവിനെ ഏതെങ്കിലും വിധത്തിൽ കേസിൽ കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ കൊടുക്കുമായിരുന്നു. അതിനൊന്നും സാധിക്കാതെ പോയതാണ്. അതുകൊണ്ട് ഈ പരാമർശിക്കപ്പെട്ട ഒരു നേതാവിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് യാതൊരു കഴമ്പുമില്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് ആ ഓഡിയോയുടെ നിജസ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കുമെന്ന് തൃശ്ശൂർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറമൊന്നും എനിക്ക് പറയാം.